ലോകത്തിന്റെ നേതാവിന് ജന്മം കൊടുക്കാൻ ഭാഗ്യം ലഭിച്ച മഹതിയായ ആമിന ബീവി സാധാരണ ഗർഭിണികൾക്കുണ്ടാകുന്ന യാതൊരുവിധ അസ്വസ്ഥതയും ഇല്ലായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. ഒരു ഓക്കാനമില്ല, ഒരു തറുതിയില്ല, ഒരു തലകറക്കമില്ല, ക്ഷീണമില്ല, പ്രയാസമില്ല, ഒരു വേദനയില്ല, ഒന്നുമില്ല. എന്തുകൊണ്ട്? ആരാണ് അകത്ത് കിടക്കുന്നത്? ആരാണ് അകത്ത് കിടക്കുന്നത്? സർവലോകത്തിനും റഹ്മത്താണ്, സകല ലോകത്തിനും കാരുണ്യമാണ്. തന്റെ ഉമ്മാക്കും കാരുണ്യമാണ്. ഒരു ഹോസ്പിറ്റലിലും പോയിട്ടില്ല, ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചിട്ടില്ല, ഒരു വിജ്ഞാനിന്റെ ഗുണിക കഴിച്ചിട്ടില്ല. ആരാണ് ട്രീറ്റ് ചെയ്തത്? ആരാണ് ഇന്ന് ഡോക്ടർ? അകത്ത് കിടക്കുന്ന ഗർഭസ്ഥ ശിശുവായ മുഹമ്മദ് മുസ്തഫ. ലോക ചരിത്രത്തിലെ അത്ഭുതമാണ്. വയറ്റിലുള്ള കുട്ടി ഡോക്ടറാവുക. ഉമ്മാനെ വിഷമിപ്പിക്കില്ല, ഉമ്മാനെ ബുദ്ധിമുട്ടിച്ചില്ല. അവസാനം റബീഉൽ അവ്വൽ 12 രാവിലെ കടന്നു വന്നു മുഹമ്മദ് മുസ്തഫ. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വന്നത് 6-ാം നൂറ്റാണ്ടിലാണ്. പക്ഷേ നബി തങ്ങളുടെ റൂഹിനെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പടക്കുന്നതിന്റെ 2000 കൊല്ലം മുമ്പ് അവർ സംവിധാനിച്ചിട്ടുണ്ട്. നബി തങ്ങളുടെ നൂർ, നബി തങ്ങളുടെ പ്രകാശത്തെ ആദം നബിയെ പടക്കുന്നതിന്റെ 2000 കൊല്ലം മുമ്പ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു നിലക്ക് ആദം നബി ഉപ്പയും മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മകനുമാണ്. മറ്റൊരു നിലക്ക് മുഹമ്മദ് നബി പിതാവും ആദം നബി അലൈഹിസ്സലാം മകനുമാണ്. ഭൗതികമായി പറഞ്ഞാൽ ആദ്യം കടന്നു വന്നത് ആദം നബിയാണ്. ആദം നബി ഉപ്പയാണ്. ആ നിലക്ക് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മകനാണ്. കാരണം എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ് റസൂലുള്ളാഹി തങ്ങൾ ദുനിയാവിലേക്ക് കടന്നു വന്നത്. പക്ഷേ ആത്മീയമായി പറഞ്ഞാൽ ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചത് അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രകാശമാണ്. ആ നിലക്ക് അല്ലാഹുവിന്റെ ഹബീബ് പിതാവാണ്, ഉപ്പയാണ്. ആ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ മകനാണ്. ആത്മീയമായി പറഞ്ഞാൽ പിന്നീട് കടന്നു വന്ന സയ്യിദുനാ ആദം. കടന്നു വന്നപ്പോൾ തന്നെ ഒരു പ്രസവവേദന ഉണ്ടായിട്ടില്ലെന്ന് പറയുന്നത്. ആമേ ബീവിക്ക് ഒരു നേരിയ വേദന പോലും ഉണ്ടായിട്ടില്ല പ്രസവിക്കാൻ. അതിന് നോക്കുന്നത് അത്ഭുതകരമായ പ്രസവിച്ചത് എങ്ങനെയാ? ആളുകൾ കണ്ട് തന്തം വിട്ടുപോയല്ലോ, വിസ്മയിച്ചു പോയല്ലോ. جاء في خبر الصحيح مسند صلى عليك الله يا علم الهدى منح طير في غصون يغرد يا ربي صلي منذ الخلائق من جهنم سيغتي. ولدته مختونا. ലഭിതങ്ങൾ പേരാക്രമണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. സുന്നത്ത് കഴിക്കപ്പെട്ടിട്ട വയറ്റിന് പുറത്തു വന്നത്. ആമിന ബീവി ഒരിക്കൽ പോലും തന്റെ പ്രിയപ്പെട്ട മോനെ കൺമത്ത് ചെയ്തു കൊടുത്തിട്ടില്ല, സുറുമ എഴുതി കൊടുത്തിട്ടില്ല. ആരാണ് ചെയ്തത്? അല്ലാഹുവിന്റെ മാലാഖമാരാണ്. പ്രസവിക്കപ്പെട്ട സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് സുബ്ഹാനല്ലാഹ് പേരാകർമ്മം ചെയ്യപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ സൂമ എഴുതപ്പെട്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടിനെ കാണാനില്ല. പ്രസവിക്കപ്പെട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടിനെ കാണാനില്ല. ആമിന ബീവി മുതഹയ്യറത്തായി, പരിഭ്രാന്തയായി. കുട്ടിയെ കാണാനില്ല. ആരും കൊണ്ടുപോയി, ആരും എടുത്തുകൊണ്ടുപോയിട്ടില്ല. പെട്ടെന്ന് അപ്രത്യക്ഷമായി. ഒരു 2-3 സെക്കൻഡ് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആമിന ബീവി തൊട്ട് നോക്കിയപ്പോൾ തൊട്ടടുത്ത് വീണ്ടും മോടി കിടക്കുകയാണ്. എന്താ സംഭവിച്ചത്? അല്ലാഹുവിന്റെ ഹബീബിനെ മാലാഖമാർ കൊണ്ടുപോയി. എന്തിനു കൊണ്ടുപോയി? കുളിപ്പിക്കാൻ. നമ്മുടെ മക്കൾ ആരാണ് ആദ്യമായിട്ട് കുളിപ്പിച്ചത്? നമ്മുടെ ഉമ്മ പ്രസവിച്ച ലേബർ റൂമിലെ നഴ്സുമാരല്ലേ, സിസ്റ്റർമാരല്ലേ നമ്മളെ കുളിപ്പിച്ചത്? അല്ലാഹുവിന്റെ ഹബീബിനെ കുളിപ്പിച്ചത് നഴ്സല്ല,
ഡോക്ടറല്ല, ഡോക്ടറല്ല, അല്ലാഹുവിന്റെ മാലാഖമാരാണ്. കൊണ്ടുപോയി കുളിപ്പിച്ചു, ഒരു പട്ടുവസ്ത്രത്തിൽ കൊണ്ടുവന്ന് സേവാകർമ്മം ചെയ്യപ്പെട്ടവരായി, അതുപോലെ സൂമ എഴുതപ്പെട്ടവരായി അല്ലാഹുവിന്റെ ഹബീബിനെ ഉമ്മയുടെ സ്ഥാനത്ത് കൊണ്ടുവന്ന് കിടത്തി. മാത്രമല്ല നാട്ടിൽ വലിയ അത്ഭുതങ്ങളുണ്ടായി. ധാരാളം ശില്പങ്ങൾ തലകുത്തി മറിഞ്ഞു, തടാകം വെട്ടി വരണ്ടു. എന്തിനാ പറയുന്നത്? ഇതൊന്നും നമ്മൾ സാധാരണ പറയില്ല. അതൊക്കെ പണ്ട് കുട്ടികൾ റബീഉൽ ഇങ്ങനെ പറഞ്ഞത് നമുക്ക് ഓർമ്മ വരികയാണ് അല്ലേ? അല്ലാഹുവിന്റെ ഹബീബ് ദുനിയാവിലേക്ക് കടന്നു വന്നപ്പോഴുണ്ടായ അത്ഭുതങ്ങൾ എത്ര വലുതാ! ഇങ്ങനെ ഒരാൾ കടന്നു വന്നപ്പോൾ ഉണ്ടായിട്ടില്ല. ചില മഹാന്മാരൊക്കെ വന്നപ്പോൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അല്ലാഹുവിന്റെ ഹബീബ് കടന്നു വന്നതുപോലെ, ലോകം സന്തോഷിച്ചതുപോലെ ഒരാൾ കടന്നു വന്നപ്പോഴും സന്തോഷിച്ചിട്ടില്ല. തടാകം പറ്റിവരുന്നു. അതുപോലെ തന്നെ ബിംബങ്ങൾ തലകുത്തി വീണു. പേർഷ്യക്കാർ ആരാധിച്ചിരുന്ന തീപന്താരം മണഞ്ഞു പോയി. ധാരാളം അത്ഭുതങ്ങൾ. അവിടെ നിന്നോട്ട് അത്ഭുതത്തിന്റെ പ്രവാഹമാണ്. അത്ഭുതത്തിന്റെ പ്രവാഹമാണ്. ആമിന ബീവി കൂടുതലൊന്നും തന്റെ പ്രിയപ്പെട്ട മോനെ ഒറ്റാനൊന്നും കഴിഞ്ഞില്ല. അന്നൊരു സമ്പ്രദായമുണ്ട്. പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് ആള് വിളിക്കുമായിരുന്നു, നല്ല നല്ല പെണ്ണുങ്ങൾ വിളിക്കുമായിരുന്നു. തറവാടും അതുപോലെ തന്നെ ധാർമ്മികതയുമുള്ള സഹോദരിമാരെ വിളിക്കുമായിരുന്നു. അല്ലാഹുവിന്റെ ഹബീബിനെ മുലയൂട്ടാൻ ഭാഗ്യമുണ്ടായ പെണ്ണാണെന്ന് മഹദിയായ സയ്യിദത്തുന ഹലീമത്തു സഅദിയ്യ റളിയല്ലാഹു അൻഹാ. ഹലീമ ബീവി പറയുന്നത്, ഞാൻ എനിക്ക് എന്തോ ഒരു സന്തോഷമായി മുഹമ്മദിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുലയൂട്ടാൻ കിട്ടിയപ്പോ. ആമിന ബീവിന്റെ അടുത്ത് നിന്ന് ഞാൻ ആ കുട്ടിയുമായിട്ട് എന്റെ വീട്ടിലേക്ക് പോവാൻ, എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് മുലയൂട്ടാൻ കൊണ്ടുപോകുന്ന സമയത്ത് ഹലീമ ബീവി നടന്നു പോകുന്ന വഴിയിൽ ഒരു പ്രത്യേകമായ മേഘം വന്ന് തണലിട്ട് കൊടുക്കുകയാണ്. ഹലീമ ബീവി ഇങ്ങനെ നടക്കുന്നതനുസരിച്ച് ഒരു മേഘം ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അത്ഭുതം തോന്നി. പിന്നെ നടന്നു പോകുന്ന സമയത്ത് വഴിയിലുള്ള കല്ലുകളും മുള്ളുകളുമൊക്കെ അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. സലാം പറയാ കല്ലുകൾ സലാം പറയാ. ഇത് കേട്ടവരാ പറയുന്നത്, കണ്ടവരാ പറയുന്നത്. ഇത് കെട്ടുകഥയല്ല, ഐതിഹ്യമല്ല. ആരാണ് നമ്മുടെ ഹബീബ് എന്ന് മനസ്സിലാക്കണം. ഈ ഒറ്റ രാത്രി കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം ആരാണ് നമ്മുടെ ഹബീബ്. എന്തിനാ ഹബീബിനെ നമ്മൾ സ്നേഹിക്കുന്നത്, എന്തിനാ നബിദിനെ ആഘോഷിക്കുന്നത്, എന്തിനാ മൗലിദ് ഓതുന്നത്, ഇന്ന് നമ്മൾ മനസ്സിലാക്കണം ആരാണ് നമ്മുടെ ഹബീബ്. ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിനെ പോലുള്ള ആളല്ല. നമ്മുടെ ഹബീബ് നമ്മുടെ ആത്മജിതാവാണ്. നമ്മുടെ ആത്മജിതാവാണ്. ആ ഹബീബിനെ നമ്മൾ മനസ്സിലാക്കണം, ശരിക്കും മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ ഹബീബ് നമുക്ക് വേണ്ടി ത്യാഗം ചെയ്തതുപോലെ ലോകത്ത് ഒരാളും ത്യാഗം ചെയ്തിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഞാൻ ഭാഗത്തേക്ക് കടന്നു വരാം. ഹലീമ ബീവിക്ക് അത്ഭുതങ്ങളുണ്ടായി. والوحش والشجار قد سجدت له وعليه قد سلمنا بعد تشهدي. أنا مدير പറയുന്നത് والوحش والشجار قد سجدت له. മൃഗങ്ങളും വൃക്ഷങ്ങളും അല്ലാഹുവിന്റെ ഹബീബിനെ സുജൂദ് ചെയ്തു. وعليه قد سلمنا بعد تشهدي. സലാം പറഞ്ഞു, സഹാബത്തുകളും മൃഗങ്ങൾ സംസാരിച്ചില്ലേ അല്ലാഹുവിന്റെ ഹബീബിനോട്? ഒട്ടകം വന്നിട്ട് പരാതിപ്പെട്ടില്ലേ അല്ലാഹുവിന്റെ ഹബീബിനോട്? മാത്രമല്ല നബിതങ്ങൾ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് വരൾച്ച വന്നാൽ ആ പ്രിയപ്പെട്ട പൈതലിന്റെ മൃഗം ആകാശത്തേക്ക് കാണിച്ചു കൊടുത്താൽ പെട്ടെന്ന് മഴ വിട്ടുവരുന്നു. ഹലീമ ബീവി ആ പണി ചെയ്യാറുണ്ട്. മഴ ആവശ്യമായിട്ട് വന്നാൽ കുട്ടിനെ പുറത്തേക്ക് ഇറക്കും, മുഖം ഞാൻ കാണിച്ചു കൊടുക്കും. ആകാശത്തേക്ക് ആവശ്യമായ മഴ കിട്ടുമായിരുന്നു. ഹലീമ ബീവി പറയാം. ഞാനിത് സ്വലാത്തിന്റെ ഒരു ഭാഗത്തുണ്ടല്ലേ, സ്വലാത്തിന്റെ കുഞ്ഞും എന്ന വിഷയം വരാൻ പോകുന്നുണ്ട്. അവിടെ നമുക്ക് വിശദമായിട്ട് പറയാം. ഞാൻ വിശദീകരിക്കലില്ല, എത്ര പറഞ്ഞാലും മതി വരില്ല. അനുപമ വ്യക്തിത്വമാണ്, അത്ഭുത വ്യക്തിത്വമാണ്, എത്ര പറഞ്ഞാലും മതി വരില്ല. അവിടുത്തെ ഫളായിലുകൾ പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയില്ല. വളർന്നു വന്നു ചെറുപ്പത്തിലെ സത്യസന്ധനാണ്, അൽ അമീനാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ ആ സ്വഭാവവും ശരീരവും എല്ലാം വശ്യമായ രീതിയിലായിരുന്നു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്.
അങ്ങനെ കടന്നു വന്ന് ഞാൻ വിശദീകരിക്കല്ല. 40-ാമത്തെ വയസ്സിൽ അല്ലാഹു നുബുവത്ത് കൊടുത്തു. 23 കൊല്ലം ഇസ്ലാം ദഅവത്ത് നടത്തി. 23 കൊല്ലത്തെ ദഅവത്ത്. 63-ാമത്തെ വയസ്സിൽ ലോകത്തോട് വിട പറഞ്ഞു പനി ബാധിച്ചുകൊണ്ട്. 63 കൊല്ലമാണ് ലോകത്ത് ജീവിച്ചത് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. 23 കൊല്ലം കൊണ്ട് നുബുവത്ത് ലഭിച്ചതിന് ശേഷം 23 കൊല്ലം കൊണ്ട് ലോകത്ത് അത്ഭുതകരമായ പരിവർത്തനം സൃഷ്ടിച്ചു. അത് നമ്മൾ മാത്രമല്ല കേട്ടോ പറയുന്നത്, ലോകത്തുള്ള എല്ലാവരും അംഗീകരിക്കുന്ന സത്യമാണ്. എല്ലാ സാഹിത്യകാരന്മാരും എല്ലാ വിദ്യാർത്ഥിമാരും എല്ലാ സാഹിത്യ പടുക്കളും എഴുത്തുകാരും എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. 23 കൊല്ലം കൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് നടത്തിയ പരിവർത്തനം ലോകത്ത് വേറെ ഒരാൾക്കും കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് മൈക്കിൾ എച്ച്ഹാർട്ട് തന്റെ ദി 100 എന്ന് പറയുന്ന പുസ്തകത്തിൽ ഫസ്റ്റ് ചാപ്റ്ററായി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രേഖപ്പെടുത്തിയത്. അങ്ങോട്ട് നടക്കുകയില്ല. വല്ലാത്ത വസന്തം. 23 കൊല്ലം കൊണ്ട് എന്തെല്ലാം അല്ലേ? അല്ലാഹുവിന്റെ ഹബീബ് കടന്നു വന്നപ്പോൾ നാട്ടിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ഒരു വൃത്തികേട് എന്താണെന്ന് ചോദിച്ചാൽ ജീവനുള്ള പെൺകുട്ടികളെ കുഴിച്ചുകൊള്ളലായിരുന്നു. പെൺകുട്ടികളോടാണ് വല്ലാത്തൊരു വെറുപ്പ്. അതൊന്നും കാണുന്നുണ്ട്. അന്ന് ജനിച്ചതിന് ശേഷം കുറിച്ച് മൂടിയത്. ഇന്ന് വയറ്റിന്റെ ഉള്ളിൽ തന്നെ അപകടം നടത്തുക. അത് വേറെ വിഷയം. 6-ാം നൂറ്റാണ്ടിലേക്ക് അല്ലാഹുവിന്റെ ഹബീബ് കടന്നു വന്നത് വഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസാ ളല്ല വജൂഹു മുസ്വദ്ദൻ വഹുവ കബീർ. പെൺകുട്ടിയുണ്ടായാൽ അവർക്ക് അപമാനമാണ്, അവർക്ക് ലജ്ജയാണ്. അവർ ആ പെൺകുട്ടിയെ ജീവനോടെ കുഴിച്ചു മൂടുന്നു. സുബ്ഹാനല്ലാഹ്. ഇത് കണ്ടുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് കടന്നു വരുന്നത്. ഇതിനൊരു മാറ്റം വേണമെന്ന് ആഗ്രഹിച്ചു. അവരെ നിരന്തരമായി ഉത്ബോധനം നടത്തി. എത്രയോ ആളുകൾ ജീവനോടെ മക്കളെ കുഴിച്ചു മൂടിയവരുണ്ട്. സുബ്ഹാനല്ലാഹ്. നിരന്തരമായി ദഅവത്ത് നടത്തിയപ്പോ ആ തിന്മയിൽ നിന്നവർ വിട്ടുനിന്നു എന്ന് മാത്രമല്ല, പിൽക്കാലത്ത് ഒരു പെൺകുട്ടി ഉണ്ടാവാൻ വേണ്ടി ദുആ ചെയ്യാൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുക്കലേക്ക് ആളുകൾ കടന്നു വന്നു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറഞ്ഞു, മൻ കാനത് ലഹു ഉൻസാ, ഒരാൾക്ക് ഒരു പെൺകുട്ടി ഉണ്ടായാൽ ഫലം യുഹിൻഹാ വലം യുദിഹാ, ആ കുട്ടിയെ അവഗണിച്ചില്ല, ആ കുട്ടിയെ അപമാനിച്ചില്ല, ആ കുട്ടിയെ കുഴിച്ചു മൂടിയില്ല, ആ കുട്ടിക്ക് ആവശ്യമായ ഭൗതികമായ സംവിധാനങ്ങൾ നൽകിയിട്ട് ഒരു പെൺകുട്ടിയെ ഒരാൾ പോറ്റി വളർത്തിയാൽ അത് അല്ലാഹു അതികാരണമായിട്ട് ആ ഉപ്പയെ സ്വർഗ്ഗത്തിൽ കടക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. ആൺകുട്ടിയെ പറ്റി അങ്ങനെ പറഞ്ഞിട്ടില്ല. ഒരാൾക്കൊരു ആൺകുട്ടി ഉണ്ടായി, ആ ആൺകുട്ടി ഒരാൾ നല്ല നിലക്ക് വളർത്തിയാൽ ആ ഉമ്മയും ഉപ്പയും സ്വർഗ്ഗത്തിലാണെന്ന ഒരു ഹദീസ് കാണാൻ കഴിയില്ല. എന്നാൽ ഒരാൾക്കൊരു പെൺകുട്ടി ഉണ്ടായി, അയാളെ വളർത്തേണ്ടതുപോലെ വളർത്തി ആ പെൺകുട്ടിക്ക് നൽകേണ്ട എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും നൽകി അച്ചടക്കം പഠിപ്പിച്ച് ദീനീബോധം നൽകി സ്വാലിഹത്താക്കി എന്നിട്ടൊരു നല്ല ഭർത്താവിന്റെ കണ്ണിൽ അവളെ ഏൽപ്പിച്ചു കൊടുത്താൽ ഈ ഒറ്റ കാരണം കൊണ്ട് അത് അല്ലാഹു ആ ഉമ്മയെയും ഉപ്പയെയും സ്വർഗ്ഗത്തിൽ കടക്കുമെന്ന് പറഞ്ഞപ്പോൾ മഹാന്മാരായ സഹാബത്ത് വന്നിട്ട് പഠിപ്പിക്കാൻ തുടങ്ങി. നബിയേ, ഉള്ളത് മുഴുവനും മഹൻകുട്ടികളാണ്, ഒരു പെൺകുട്ടി പോലുമില്ല, ഒരു പെൺകുട്ടി ഉണ്ടാകാൻ നിങ്ങളെ പ്രാർത്ഥിക്കണം നബിയേ. ആരാണിവര്? ജീവനോടെ പെൺകുട്ടികളെ കുറിച്ചു മൂടിയിരുന്നു. ഒരു പിൽക്കാലത്ത് വന്നിട്ട് പറയാൻ, നബിയേ പെൺകുട്ടി ഉണ്ടാകാൻ വേണ്ടി മദ്യമെന്ന് പറയുന്ന സാമൂഹിക ദുരന്തം അരങ്ങ് തകർത്തിരുന്ന കാലഘട്ടത്തിലല്ലേ കടന്നു വന്നത് അല്ലാഹുവിന്റെ ഹബീബ്. 3W കള്ള്, പെണ്ണ്, യുദ്ധം. അറബികളുടെ ഏറ്റവും വലിയ ഹോബി അതാണ്. 3W കള്ള്, പെണ്ണ്, യുദ്ധം. കള്ളില്ലാതെ അവർക്ക് ജീവിക്കാൻ കഴിയില്ല. കള്ളിന്റെ പാത്രത്തിൽ കത്ത് കത്തുന്ന ഈറ്റയെ നോക്കിയിട്ട് പാട്ടുപാടിയിരുന്നു. ഓ ഈറ്റെ എത്ര ഭാഗ്യവതിയാണ്, കള്ളിൽ പോയിട്ട് മരിക്കാൻ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടായല്ലോ. അങ്ങനെ ആ മനുഷ്യന്മാർ
ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ കബറിന്റെ മുകളിൽ ഒരു മുന്തിരി വള്ളി നട്ടുപിടിപ്പിക്കണം. ഇതാമിട്ട് ഞാൻ മരിച്ചാൽ മുന്തിരി വള്ളി എന്റെ കബറിന്റെ മുകളിൽ നട്ടുപിടിപ്പിക്കണം. എന്തിന്? അതിൽ നിന്ന് വരുന്ന മുന്തിരിച്ചാറ് കൂടുതലിന്റെ കബറിൽ കഴിഞ്ഞുകൂടാലോ. അങ്ങനെ പറഞ്ഞു. ഈ മനുഷ്യന്മാര് പിന്നീട് നിങ്ങൾ അറിഞ്ഞു നോക്കണം, അല്ലാഹുവിന്റെ ഹബീബിന്റെ സംസ്കരണം ലഭിച്ചപ്പോ, തർബീത്ത് ലഭിച്ചപ്പോ അവർ മദ്യത്തിൽ നിന്ന് വിട്ടുനിന്നു എന്ന് മാത്രമല്ല, മഹാനായ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് പറയുന്നുണ്ട്, മദ്യം ഹറാമാക്കിയ ആയത്ത് ഇറങ്ങിയതിനു ശേഷം ഞങ്ങൾ ആടിന്റെ ഇറച്ചി കഴിച്ചിട്ടില്ല. കാരണം എന്താ? മദ്യത്തെ നിരോധിച്ച ആയത്ത് ഏതാണ്? യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. ഈ ആയത്ത് ഇറങ്ങിയപ്പോ വലിയ വലിയ കോണ്ടാക്ടർമാരായ കള്ളുചോപ്പ് നടത്തിയിരുന്ന ആളുകളുണ്ടായിരുന്നു കൂട്ടത്തിൽ. എല്ലാവരും കടന്നു ചെന്നിട്ട് അവരവരുടെ കള്ളുചോപ്പുകൾ തകർത്ത് തരിക്കണമാക്കി, മദ്യത്തിന്റെ ദീപങ്ങളെ തട്ടുടച്ചു, ചാരായത്തിന്റെ ചതകളെ തട്ടുടച്ചു. മക്കയുടെ മദീനയുടെ തെരുവീതികളിലൂടെ കള്ളിന്റെ പുഴ ഒഴുകി എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. ആ കള്ളിന്റെ പുഴ ഒഴുകിയ സ്ഥലത്ത് പൊട്ടിമുളച്ച പുല്ലുകൾ തിന്നിട്ടായിരിക്കുമല്ലോ മക്കയിലെ മദീനയിലെ ആടുകൾ വിഷപ്പടക്കിയിട്ടുണ്ടാവുക. അതുകൊണ്ട് ആ തരത്തിൽ മദ്യത്തിന്റെ ഒരു ചെറിയ അംശം ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ എന്ന് പേടിച്ചിട്ട് ഈ ആയത്ത് ഇറങ്ങിയതിനു ശേഷം ഞങ്ങൾ ആടിന്റെ മാംസം പോലും ഭുജിച്ചിട്ടില്ല എന്ന് അമീറുൽ മുഅ്മിനീൻ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. യുദ്ധം അവർക്ക് വല്ലാത്ത ഹോബിയായിരുന്നു. യുദ്ധമില്ലാതവർക്ക് ജീവിക്കാൻ കഴിയില്ലായിരുന്നു. ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ബദർ നടന്നു, ഉഹദ് നടന്നു, ഖന്തഖ് നടന്നു, ഹുനൈൻ നടന്നു, കർബല നടന്നു, ഒരുപാട് ഗസ്വത്ത് നടന്നു, ശരീഅത്ത് നടന്നു. അവർക്കൊരു ഹോബിയായിരുന്നു യുദ്ധം ചെയ്യുക. കാട്ടാളന്മാരായ മനുഷ്യന്മാർ, മനുഷ്യത്വം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത മനുഷ്യന്മാർ, ആർദ്രതയുടെ സ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ അംശം കൽവിലേക്ക് ഇറങ്ങിയിട്ടുന്നില്ലാത്തവർ. അല്ലാഹുവിന്റെ ഹബീബ് കാരുണ്യത്തെ പറ്റി വഴങ്ങു പറഞ്ഞു, ആർദ്രതയെ പറ്റി ബോധനം നൽകി. അവസാനം എത്രത്തോളമായി ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചില്ലേ അവർ? കറുത്തവനും വെളുത്തവനും ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബത്തിൽപ്പെട്ട ഏറ്റവും വലിയ സുമുഖനായിരുന്നു മഹാനായ സയ്യിദുനാ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു. നല്ല സുന്ദരനാണ്, നല്ല സുമുഖനാണ്, നല്ല അംഗലാവണ്യമുള്ള സ്വഹാബിയാണ്. എന്നാൽ വൈരൂപ്യം തോന്നുന്ന, കൈവെള്ള പോലും കറുത്ത, ചരിത്രം അങ്ങനെയാ രേഖപ്പെടുത്തുന്നത്. കൈവെള്ള പോലും കറുത്ത, എത്ര കറുത്ത മനുഷ്യനാണെങ്കിലും കൈവെള്ളത്തിന് വെള്ള ഉണ്ടാകുമല്ലോ. കൈവെള്ള പോലും കറുത്ത മഹാനായ സയ്യിദുനാ ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു. രണ്ടാളും ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ഹബീബ് മാറ്റിക്കൊണ്ടുവന്നില്ലേ. ചെറിയൊരു പരിവർത്തനം. നിങ്ങൾക്കറിയോ, സ്വഹാബത്തിന്റെ കൂട്ടത്തിലെ മുതലാളിയാണ് മഹാനായ സയ്യിദുനാ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. വലിയ സമ്പന്നനാണ്. തന്റെ സുന്ദരിയായ മകളെ ഒരുപാട് വിവാഹാലോചനകൾ വന്നു, ഒരുപാട് ആലോചനകൾ വന്നു, ആർക്കും കെട്ടിക്കൊടുത്തില്ല. കാരണം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ മനസ്സിലുള്ള ഒരു പ്രിയപ്പെടുണ്ടായിരുന്നു. ആ പുതിയാപ്പത്തെ എന്റെ മോളെ ഞാൻ കെട്ടിച്ചു കൊടുക്കൂ എന്ന് നേരത്തെ തീരുമാനിച്ചു. ആരാണ് പുതിയാപ്പണെന്നറിയോ? ആരാ? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്. അതിന് ആദ്യം മനസ്സിലാക്കണം. സ്വഹാബത്തിന്റെ കൂട്ടത്തിലെ സമ്പന്നൻ, ധനാഢ്യൻ. രണ്ട് മലയാളിമാരാണ് റസൂലുള്ളാഹിയുടെ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ കാര്യമായിട്ടുള്ളത്. ഒന്ന് സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹിന്റെ രണ്ട് മക്കളെ വിവാഹം കഴിച്ച തന്റെ പുതിയാപ്പിളയാണ്. വലിയ സമ്പന്നനാണ്, കോടീശ്വരനാണ്. മറ്റൊരു സമ്പന്നനാണ് സയ്യിദുനാ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തന്റെ മോളെ കെട്ടിച്ചു കൊടുത്തതായിരിക്കാമെന്നറിയോ? ഞാൻ നേരത്തെ പറഞ്ഞ കറുത്ത നിറമുള്ള സയ്യിദുനാ ബിലാൽ. ഇങ്ങനെ ചെടിയോ എന്തിന്? നമുക്കില്ലേ പെൺകുട്ടികൾ നമ്മൾ നാലിട്ടുണ്ട്.
നമ്മുടെ മോള് നല്ല സുന്ദരിയാണ്, കാണാൻ കൊള്ളാവുന്ന മോളാണ്. കുറെ കല്യാണം ഇങ്ങനെ വന്നു, കൂട്ടത്തിൽ ഒരു കറുത്ത